നെറ്റ് ഉപയോഗിക്കുന്ന ഇന്നത്തെ എല്ലാവർക്കും പറ്റുന്നതെന്ന് പറഞ്ഞാൽ പറ്റില്ല, ശരിക്കും പറഞ്ഞാൽ ഒരു അബദ്ധമല്ല, ചിലരത് എളുപ്പത്തിന് ചെയ്യുന്നൊരു കാര്യമാണ് പാസ്വേഡ് റിമെമ്പറിങ്. ഇത് ഫേസ്ബുക്ക് അല്ലെങ്കിൽ ലോഗിൻ സിസ്റ്റം ഉപയോഗിക്കുന്ന ഏതെങ്കിലും സൈറ്റുകളിൽ നമ്മൾ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ യൂസർ ഐ ഡിയും പാസ്വേഡും മേടിച്ച് ലോഗിൻ ചെയ്യുമ്പോൾ മിക്ക ആളുകളും പാസ്വേഡ് റിമെമ്പർ ചെയ്തിടും. അത് സ്വന്തം സിസ്റ്റം ആണെങ്കിൽ പാസ്വേഡ് റിമെമ്പർ ചെയ്തിടും, ഓഫീസിലാണെങ്കിൽ ചിലപ്പോൾ അബദ്ധത്തിൽ റിമെമ്പർ ചെയ്ത് പോകാം. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ സുരക്ഷ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു അബദ്ധം നമുക്ക് വീണ്ടും ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വിദ്യ. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് നോക്കാം എന്താണ് പാസ്വേഡ് റിമെമ്പറിങ്. ഇപ്പോൾ ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞാൽ നോക്കാം, ചില ആളുകളുടെ വീട്ടിലെടുത്ത് കഴിഞ്ഞാൽ നേരെ യൂസർ ഐ ഡിയും പാസ്വേഡും അവിടെ കിടപ്പുണ്ടാവും. പാസ്വേഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ലെങ്കിൽ തന്നെ ഇത് കാണാനുള്ള വേറെ വിദ്യകളുണ്ട്. ഇത് നമ്മൾ പുറത്തുനിന്നുള്ള ഒരാൾ വന്ന് സിസ്റ്റം ഓപ്പൺ ആക്കി ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നോക്കൂ, നേരെ നമ്മുടെ അക്കൗണ്ട് നമ്മുടെ പാസ്വേഡ് അറിയാണ്ട് പോലും ലോഗിൻ ആവും. ഇനി മറ്റൊന്ന്, നമ്മളിവിടെ പാസ്വേഡ് ഇപ്പോൾ ഒരു സൈറ്റിൽ കൊടുത്തിട്ടേക്കാണ്. ഈ പാസ്വേഡ് നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ കൂടി ഗൂഗിൾ ക്രോമിൽ നമ്മൾ സെറ്റിങ്സ് എടുത്താൽ താഴെ ഷോ അഡ്വാൻസ്ഡ് സെറ്റിംഗ് എന്നിൽ മാനേജ് പാസ്വേഡ് എന്നുള്ള എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പാസ്വേഡുകൾ കാണാൻ പറ്റും. ഉദാഹരണം, ഇതിപ്പോൾ ഞാൻ വിൻഡോസിൽ പാസ്വേഡ് യൂസർ ലോഗിൻ പാസ്വേഡ് കൊടുത്തിട്ടായതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു പാസ്വേഡ് വയ്ക്കുന്നത്. സാധാരണ നിങ്ങളുടെ സിസ്റ്റത്തിൽ പാസ്വേഡ് ഒന്നും ഇല്ലെങ്കിൽ നേരിട്ട് അത് ഷോ ചെയ്യും പാസ്വേഡ്. ശ്രദ്ധിക്കുക, നമ്മുടെ പാസ്വേഡ് കണ്ട ആർക്ക് വേണമെങ്കിലും കൂളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനൊരു പാസ്വേഡ് റിമെമ്പർ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങളാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, എന്തുകൊണ്ടാണ് ആ റിമെമ്പർ ചെയ്യുന്നതെന്ന്. നമുക്ക് നോക്കാം. ഞാൻ ഒരു സൈറ്റിൽ ലോഗിൻ ചെയ്യുകയാണ്. ഈ ഇവിടെ ചോദിക്കുമ്പോൾ സേവ് പാസ്വേഡ് എന്ന് മിക്കവരും കൊടുക്കും. നെവർ ഫോർ എന്ന് കൊടുത്താൽ ഈ സൈറ്റിൽ പിന്നീട് ഒരിക്കലും നമ്മൾ പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോൾ ഈ ബ്രൗസറിൽ നിന്നും സേവ് ആവില്ല. അതേസമയം ഇതുപോലെ സേവ് എന്ന് കൊടുത്താൽ പാസ്വേഡ് നമ്മുടെ ഇവിടെ ഇതിൽ സെറ്റിങ്സിൽ സേവ് ആയി കിടക്കും. കണ്ടോ, പാസ്വേഡ് ഇവിടെ സേവ് ആയി കിടപ്പുണ്ട്. അപ്പോൾ ഈ പാസ്വേഡ് നമുക്ക് ഇവിടെ നിന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ കാണുന്ന, അത് ഓരോ യൂസർ ഐ ഡിയും പാസ്വേഡിൻ്റെയും എൻഡിൽ കാണുന്ന ക്രോസ് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. പാസ്വേഡ് അവിടെ നിന്ന് റിമെമ്പർ ചെയ്തു. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് നല്ല ഓഫീസിലോ മറ്റോ ഇരുന്ന് അബദ്ധത്തിൽ പാസ്വേഡ് റിമെമ്പർ ചെയ്ത് പോകുന്നവർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പാസ്വേഡ് കളയാനും ബ്രൗസറിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ഞാൻ അടുത്തത്, നമ്മൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിലോ ഒക്കെ ആണെങ്കിൽ പാസ്വേഡ് ഇതുപോലെ റിമെമ്പർ ചെയ്തിടുകയാണ് പതിവ്. ഇനി വീട്ടിൽ നിന്ന് മറ്റൊരാൾ വന്ന് ഈ ബ്രൗസർ ഓപ്പൺ ആക്കി ലോഗിൻ ചെയ്യാണ്ടിരിക്കാൻ, അതേസമയം നമുക്ക് ഈ പാസ്വേഡ് കളയാനും പറ്റില്ല, കാരണം കുറേ സൈറ്റുകളുണ്ടെങ്കിൽ പലതിലും പല യൂസർ ഐ ഡിയും പല പാസ്വേഡ് ആയിരിക്കും. ഇതൊക്കെ ഓർമ്മിച്ചിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മളിതൊക്കെ റിമെമ്പർ ചെയ്തിരുന്നത് മിക്ക ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, ക്രോം ഉപയോഗിക്കുന്ന ആളുകൾക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിദ്യയാണ് കാണിച്ചു തരുന്നത്. നമ്മളുടെ സെറ്റിങ്സിൽ നിന്ന് ടൂൾസിൽ എക്സ്റ്റൻഷൻ എടുക്കുക. ഒരു ബ്രൗസർ ആഡ് ഓൺ ആണ് ആഡ് ചെയ്യാൻ പോണത്. ഗെറ്റ് മോർ എക്സ്റ്റൻഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മളിവിടെ ഈ സെർച്ച് ചെയ്യാനുള്ള ഭാഗത്ത് ക്രോം PW എന്നടിച്ചിട്ട് എൻ്റർ കീ അമർത്തുക. നമുക്ക് ആദ്യം വരുന്നത് ശ്രദ്ധിച്ച പച്ച ഐക്കണുള്ള ഇതിൽ ഫ്രീ എന്നതിൽ ക്ലിക്ക് ചെയ്യുക, ആഡ് കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക, അതിവിടെ ഒരു മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ടിക്ക് ഇടണമെന്ന്, അലോ ഇൻകൺഗ്രിഡോ. ഇതിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം സെറ്റിങ്സ്. നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ സെറ്റിങ്സ് നമ്മൾ ആദ്യം എടുത്തൊന്നുകൂടി കാണിച്ചു തരാം. ടൂൾസിൽ എക്സ്റ്റൻഷൻ ഇവിടെ അലോ എന്നുള്ളതിൽ ടിക്ക് ഇടുക. ഇതാണ് അവർ ഉദ്ദേശിച്ചത്.
അടുത്ത അപ്പോൾ തന്നെ നമുക്ക് വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യണം ഐ വാണ്ട് ടു ലോക്ക് മൈ ബ്രൗസർ. നെക്സ്റ്റ് കൊടുക്കുക. ഇനി വരുന്നത് സെറ്റിങ്സ് ഭാഗമാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പാസ്വേഡ്, അതായത് ഈ ബ്രൗസർ ഇനി മുതൽ നമ്മൾ ആര് ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കിയാലും അപ്പോൾ തന്നെ പാസ്വേഡ് ചോദിക്കണം. ആ പാസ്വേഡ് അടിച്ചാൽ മാത്രമേ ബ്രൗസർ ഇതിൽ ഏതെങ്കിലും സൈറ്റ് എടുക്കാനോ പാസ്വേഡ് നോക്കാനോ ഒക്കെ കഴിയുള്ളൂ. അപ്പോൾ അതിന് എങ്ങനെ പാസ്വേഡ്, ഏത് പാസ്വേഡാണ് കൊടുക്കേണ്ടത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അതടിക്കുക, അത് വീണ്ടും അടിക്കുക. പാസ്വേഡ് 2 പ്രാവശ്യം അടിക്കുക. പാസ്വേഡ് ഹിൻഡ്, പാസ്വേഡിനെ പറ്റി സൂചന, അത് മറന്നു പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ക്ലൂ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുത്തിടാം. എന്തെങ്കിലും ഒരു ക്ലൂ കൊടുക്കുന്നു. പിന്നെ ഇവിടെ നമ്മൾ ലോഗിൻ എത്ര തവണ അനുവദിക്കണം, തെറ്റായിട്ട് എത്ര തവണ അനുവദിക്കണം എന്നുള്ളത് ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. സേവ് കൊടുക്കുക. പാസ്വേഡ് ഹാസ് സേവ്ഡ് സക്സസ്ഫുള്ളി. അടുത്ത് നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ബ്രൗസർ ഞാൻ ക്ലോസ് ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരാൾ വരാമെന്ന് വയ്ക്കുക. അയാൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കുന്നു. നോക്കുക, ഫസ്റ്റ് തന്നെ അയാൾ ലോഗിൻ ചെയ്യുന്നതിന് മുമ്പ് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയും. പാസ്വേഡ് അയാൾ തെറ്റായിട്ട് അടിക്കുകയോ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുകയോ ചെയ്യാൻ നോക്കാം. ബ്രൗസർ ക്ലോസ് ആയി പോകും. പാസ്വേഡ് അടിക്കാണ്ട് ബ്രൗസർ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബ്രൗസർ സെക്യൂർ ആക്കിയിടുകയാണെങ്കിൽ നമ്മൾ റിമെമ്പർ ചെയ്തിട്ടങ്ങനെ പാസ്വേഡ് ഉപയോഗിച്ച് പോലും വേറൊരാളും നമ്മുടെ ബ്രൗസറിൽ നമ്മുടെ സൈറ്റുകളോ ഒന്നും ഉപയോഗിക്കില്ല. അപ്പോൾ ഒട്ടുമിക്കവർക്കും വളരെ ഉപകാരമായിരിക്കുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.